വേറെ കാര്യം ചുമ്മാ ഞാൻ നഗരസഭയുടെ മേയറാണ്. എന്തൊക്കെയായി വന്നിരുന്നു പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ധാരണ, ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ഈ രാജ്യത്ത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, മേയർ പരസ്യമായി പറയുന്നു തന്നോടൊപ്പമുള്ള ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി BJP-ക്കാർ അഥവാ ABVP-ക്കാർ എന്ന് പരസ്യമായി പറയുന്നു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും. അതിന്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു. ഭരണകക്ഷിയുടെ ഭാഗമാണെന്ന കാര്യം മറക്കരുത്. എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മേയർ പറയുന്നു, തുടർന്ന് പറയുന്നു, BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു. മേയർ ആരാണ്? CPM-ന്റെ നേതാവാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPM ആണ് ഭരിക്കുന്നത്. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വനിതാ കൗൺസിലറെ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ABVP-ക്കാർ കടന്നാക്രമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അവരുടെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവിടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കടന്നു കയറി നിയമവിരുദ്ധമായി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് CPM-ന്റെ നേതാവ്, DYFI-യുടെ നേതാവ്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയറാണ്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. അപ്പോൾ മേയർ പറയുന്നത് എന്താണ്? ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന്, അല്ലേ? ഈ സംസ്ഥാനത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മേയർ പറയുന്നത്. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പരാജയമാണെന്ന് മേയർ സമ്മതിച്ചിരിക്കുന്നു. മേയറല്ലേ അവർ? ഒരു കൗൺസിലറെ കടന്നാക്രമിച്ചു, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടും സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിക്കണം. താങ്കൾ സംസാരിക്കുമ്പോൾ പ്രായത്തെ ബഹുമാനിച്ചാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മൗനമായി ഇവിടെ കേട്ടുകൊണ്ടിരുന്നതാണ്. എന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ എന്ത് പറയണം തീരുമാനിക്കുന്നത് അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഇവിടെ ഗായത്രി ബാബു എന്ന് പറയുന്ന ഇന്ന് കോടതിയിൽ ഒരു കാരണവശാലും ഞാൻ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയോഗമല്ല, ഇത് തിരുവനന്തപുരം നഗരസഭയോഗമല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ ഗായത്രി കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ ഇന്ന് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട് എന്നത് ഗായത്രി തന്നെ ഇപ്പൊ വ്യക്തമാക്കി. അപ്പൊ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോലീസ് ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം. ഏത് മേയറായാലും കൗതുക ലേശം കൂടുതലാണ്. ഇവിടെ ഞാൻ ഇവരാരും സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനായി കുട്ടി ഇടപെടുന്നത്? ഇതെന്താ മേയർ കൗൺസിലറാണെന്ന് ചോദിച്ചോ? ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഇടപെടാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജ്യോതികുമാർ, കുട്ടിയെന്നും വിളിക്കണ്ട, ഞാൻ നഗരസഭയുടെ മേയറാണ്. പിന്നെ അനുഭവിച്ചോട്ടോ. അതുകൊണ്ട് താങ്കൾ കുട്ടിയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നഗരസഭയുടെ മേയറാണ്. താങ്കൾ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. കുട്ടിയെന്നൊന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. എന്തൊക്കെയായി വന്നിരുന്നു പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ധാരണ, ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ഈ രാജ്യത്ത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.